നീ എന്നോട് ചോദിക്കുക എന്തുകൊണ്ടാണ് റിവ്യൂസ് കറക്റ്റായിട്ട് റിവ്യൂ. ഞാൻ റിവ്യൂ അല്ല, നാളെ ഞാൻ റിവ്യൂ അവിടെ അടി ഉണ്ടാക്കില്ല. നീ എന്താ കറക്റ്റായിട്ട് റിവ്യൂ പറയാതെന്ന് വെച്ചാൽ നമുക്കൊരുത്തിനെ പിടിച്ച് അടിക്കാൻ പറ്റുമോ? നീ എന്താ ഞാൻ നിന്നെ വിശ്വസിച്ചുള്ള തേണ്ടി ഞാൻ പടത്തിന് പോയെന്ന് പറയാൻ പറ്റുമോ? റിവ്യൂ അടിസ്ഥാനത്തിൽ എല്ലാവരും നല്ല റിവ്യൂ പറഞ്ഞിട്ട് പോകുന്നു. എല്ലാവരും നെഗറ്റീവ് ആ പടത്തിന്റെ കറക്റ്റ് റിവ്യൂ ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരാറില്ല. ആകെ കുട്ടിയാണ് അത്യാവശ്യം 90% സിനിമയുടെ റിവ്യൂ കറക്റ്റായിട്ട് പറയുന്നത്. പക്ഷെ പലരും ഈ പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് സിനിമ വളരെ വിഷമത്തോടെ ആ പടം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞ അനുഭവം. ഈ ഒരു പടം ഇറങ്ങുമ്പോൾ അതിന്റെ കറക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കറക്റ്റ് പൾസ് ഇറങ്ങി ആ പടം കുറ്റിട്ട് വരണം. അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് പൊന്മാൻ എന്ന സിനിമ. പൊന്മാൻ എന്ന സിനിമ ഇതേപോലെ എല്ലാ പടത്തിലും നല്ല റിവ്യൂ കൊടുത്തതിന് ശേഷം അങ്ങനെ വിചാരിച്ച പലരും തിയേറ്ററിൽ പോയില്ല. ആ പടം അക്ഷരാർത്ഥത്തിൽ മലയാളത്തിൽ ഏറ്റവും ബെസ്റ്റ് മൂവി. അത് പലരുടെ അതെന്ന് വെച്ചാൽ നിന്റെ അഭിപ്രായം യുനാനിമസ്. നമുക്കൊന്നും അല്ലാട്ടോ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഉള്ളത് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് പറയട്ടെ. ആ ശരിയാ. അതാ പറഞ്ഞേ ഫസ്റ്റ്. ഇപ്പൊ എന്താ നിന്റെ ചോദ്യം? എന്താ എനിക്ക് മനസ്സിലായി. എടാ അത് അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവർ പറയാൻ പറ്റുള്ളൂ. ഓരോരാൾക്ക് ഓരോ ബുദ്ധി ആലോചനയല്ലേ. അത് നീ ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് നീ എന്താ കറക്റ്റായിട്ട് റിവ്യൂ പറയാതെന്ന് വെച്ചാൽ നമുക്കൊരുത്തിനെ പിടിച്ച് അടിക്കാൻ പറ്റുമോ? നീ എന്താ ഞാൻ നിന്നെ വിശ്വസിച്ചുള്ള തേണ്ടി ഞാൻ പടത്തിന് പോയെന്ന് പറയാൻ പറ്റുമോ? എടാ നിന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാനമായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ അതിനാണ് പറഞ്ഞത്, സിനിമ വളരെ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യമാണ്. നിനക്കിപ്പോൾ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല. നീ പറയണം പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന്. പക്ഷേ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ടാവും, നമുക്ക് ഉണ്ടാവും. അതാ പറ, അത്രയേ ഉള്ളൂ റിവ്യൂവിൻ്റെ കേസിൽ. സിമ്പിൾ അല്ലേ? റിവ്യൂവിൻ്റെ കേസിൽ നീ ഒരാളെ വിശ്വസിച്ചിട്ടല്ലല്ലോ റിവ്യൂ കണ്ടിട്ടാണോ നീ സിനിമക്ക് പോണേ? ചിലപ്പോൾ ആയിരിക്കും, നിന്റെ കേസിലല്ല. അപ്പൊ പിന്നെ അത്രയേ ഉള്ളൂ അതിനുള്ള ഉത്തരം. അതുകൊണ്ട് നീ എന്നോട് ചോദിക്കുക എന്തുകൊണ്ടാണ് റിവ്യൂസ് കറക്റ്റായിട്ട് റിവ്യൂ. ഞാൻ റിവ്യൂ അല്ല, നാളെ ഞാൻ റിവ്യൂ അവിടെ അടി ഉണ്ടാക്കില്ലേ. അത്രയേ ഉള്ളൂ. റിവ്യൂ ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് റിവ്യൂ എന്തിനാന്ന് എനിക്കറിയാമോ? എന്തിനാ ഇതെല്ലാം ഒരു എടാ നീ ചോദിച്ചെന്ന് വെച്ചാൽ എന്താണ് ഇവരൊന്നും കറക്റ്റ് പറയാത്തെന്നുള്ളതാണ് നമ്മളെ ചോദ്യം. പിന്നെ ഇപ്പം നമ്മൾ OTT കേസ് നീ ചോദിച്ചതിൽ OTT വരുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് അറിയുന്നത്. അത് തെറ്റാ. കാരണം അറിയുമോ, ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പം ഞാനൊരു സിനിമ ഇതേപോലൊരു സിനിമ തിയേറ്ററിൽ കണ്ടു. ഓക്കെ, എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല. കാണാത്ത സിനിമ ഞാൻ OTT അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായ സിനിമയാണ്. ഓക്കെ, ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ OTT വരുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ എനിക്കൊന്ന് അശ്വതിൻ്റെ അടുത്ത് ആരോട് തന്നെ ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ്, ഇത് ഭയങ്കര അഭിപ്രായമുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അശ്വൻ തന്നെയാണ് പറഞ്ഞു. ഇത് റിവ്യൂവർ തന്നെയാണ്. അവൻ പറഞ്ഞത് ഞാൻ തിയേറ്ററിൽ കാണണം. തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിൻ്റെ കൂടെയും അല്ലെങ്കിൽ ആ തിയേറ്ററിൽ നമുക്കത് ആ ഒരു പരിപാടി വേറെ തന്നെയാണ് എന്നുള്ളത്. അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു വലിയ മോബിൻ്റെ കൂടെ ഒരു മാസിൻ്റെ കൂടെ കാണുമ്പോൾ ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും, ചില തമാശ സിനിമകൾ, ചില ത്രില്ലർ. പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം ചിലപ്പോൾ പോസ് ചെയ്ത് നമുക്ക് എല്ലാ പാളിച്ചകളും മനസ്സിലാവും. നമ്മൾ 2-3 ദിവസമൊക്കെ എടുത്തിട്ടില്ലേ പല സിനിമകളും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് റിവ്യൂ പറയാത്തതെന്ന് നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ? ചിലപ്പോൾ എത്രയോ ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരുണ്ട്. പോകുന്നവർ പോട്ടെ, നീ അങ്ങനെ പോകണില്ല, നിനക്ക് കൊള്ളാം. അത്ര